ഇന്നെന്തുന്നാ അച്ഛാ? ഇന്ന് എന്റെ മരുമോളുടെ ബർത്ത്ഡേ അല്ല, പിറന്നാളാണ്. അടുക്കളയിൽ സാരി ഇട്ടല്ലോ. താങ്ക്സ് അണ്ണാ, താങ്ക്സ്. ഞാൻ വരെ വളരെ സർപ്രൈസ്ഡ് ആയ ഒരു വീഡിയോയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സോ ഹായ് ഗായ്സ്, വെൽക്കം വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള പിറന്നാൾ വീഡിയോ ആണ്. പിറന്നാൾ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജനിച്ച നാൾ വരുന്ന ദിവസമാണ് നമ്മൾ പിറന്നാളായിട്ട് ആഘോഷിക്കുക. ഞാൻ നോർമലി എപ്പോഴും എൻ്റെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കാറ്. ഈ ജൂലൈ 8-നായിരുന്നു എൻ്റെ പിറന്നാൾ. അന്ന് രതിയമ്മ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റിയാണ്. രതിയമ്മ വന്നപ്പോഴേക്കും ഇങ്ങനെ എൻ്റെ പിറന്നാൾ എന്നാന്നൊക്കെ ചോദിച്ച്, അത് എൻ്റെ മദറിലോ, ഇതാണ് എൻ്റെ മദറിലോ, അമ്മ ഇങ്ങനെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നൊരു പാർട്ടിയാണ്. കാരണം ആ ദിവസം വരെ നമ്മൾ വിചാരിച്ചത് എൻ്റെ ബർത്ത്ഡേക്ക് ഞാനിവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അത് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ പറയാട്ടോ. സോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് ഇതാക്കിയത്. ബാക്കി നമുക്ക് വഴിയെ കാണാം. ഇന്നെന്തുന്നാ അച്ഛാ? ഇന്ന് എന്റെ മരുമോളുടെ ബർത്ത്ഡേ അല്ല, പിറന്നാളാണ്. പെരുന്നാൾ കേട്ടല്ലോ. അപ്പോൾ അച്ഛൻ ഇരുന്ന് വെർമസലിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ ഒരു പായസം വെക്കാന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത്രമാത്രം എക്സ്പെക്ട് ചെയ്തുള്ളൂ. കാരണം എനിക്ക് എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വലിയ താല്പര്യമുള്ള കാര്യമല്ല. എനിക്കെപ്പോഴും ബർത്ത്ഡേ ആണ്, ഞാൻ എപ്പോഴും അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ദിവസമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കാറ് കേട്ടോ. അങ്ങനെ ഇതേ പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അമ്മ ഒരു സാധനം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. അപ്പോഴാണ് ഞാൻ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരു സാരിയാണ് കേട്ടോ, അമ്മ അച്ഛനും കൂടി വാങ്ങി തന്നായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് മെറൂൺ റെഡ് ഒക്കെ. അപ്പോൾ ആ ഷെയ്ഡിൽ വാങ്ങി തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ആ സന്തോഷത്തിൽ അമ്മേനെ പിടിച്ചിട്ടുണ്ട് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. ഇത് നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ഷോ കാണിക്കാം. കമോൺ ഗൈസ്. അടുക്കളയിൽ സാരി ഇട്ടല്ലോ. അങ്ങനെ സാരിയൊക്കെ വെച്ച് നോക്കി ഞാനിങ്ങനെ എൻ്റെ ചന്തം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം അച്ഛനും അമ്മയാണെങ്കിലും അടുക്കളയിൽ വന്നിട്ട് രണ്ടുപേരും കൂടി ഭയങ്കര പാചകമാണ്. അപ്പോൾ എനിക്കാണെങ്കിലും ഈ ഇങ്ങനെ സേമിയ പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സേമിയ പായസമൊക്കെ ഉണ്ടാക്കണം നോക്കിയെന്ന് എനിക്ക് ഇച്ചാൻ വരുമ്പോൾ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് നേരെ പായസം ഉണ്ടാക്കി അമ്മ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി റൂമിലിരുന്ന് എൻ്റെ എഡിറ്റിങ്ങും പിന്നെ സിനിമ കാണലൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഹസ്ബൻഡ് ആണെങ്കിൽ അന്ന് ലേറ്റ് ആയിട്ടാണ് വരികയും ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് ഡ്രസ്സ് ചെയ്ത് അതായത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഫുൾ ഡ്രസ്സപ്പ് ആയിട്ടുള്ളതാണ്. എന്നോട് പറഞ്ഞു അമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിൽ പോവാം, റെഡി ആവാൻ പറഞ്ഞു, അനിമാമിൻ്റെ വീട്ടിൽ പോകാൻ റെഡി ആവാൻ പറഞ്ഞിട്ടാണ് എന്നെ അവരെല്ലാവരും കൂടി ഒരുക്കി ഇറക്കിയത്. ഇനി ഞാൻ ഞെട്ടിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ കമോൺ. എക്സ്പെക്ട് ചെയ്യാണ്ട് എല്ലാരും കൂടി റെഡിയായതാണല്ലേ. ഞാൻ പറഞ്ഞു പോകാനുണ്ടാവും.
ഞാൻ ചോദിക്കണം അമ്മ റെഡിയായ അമ്മ റെഡിയായി വേഗം പോകുന്നു. അമ്മ എന്റെ അടുത്ത് അനുമാന് തിരിക്കാണ്. ഒന്നാമത് അമ്മ പറഞ്ഞേ അനിമാമന്റെ വീട്ടിൽ പോവാട്ടാന്ന് പറഞ്ഞു. താങ്ക് യു ഗൈസ്, താങ്ക് യു. കുട്ടിപ്പട്ട ഇതെന്താ ഈ കൂട്ടത്തില്? രണ്ട് ഡയലോഗ് എടുക്കാ ചേച്ചി. ആ പട്ടങ്ങള്. അതായത് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് രതിയമ്മ ചോദിച്ചു എന്നെ പിറന്നാളിന്റെ കാര്യം പറഞ്ഞു. ഇന്നും ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോഴാണ് നമ്മൾ ഇതിൽ നോക്കിയത്, നാളെന്നാണെന്നൊക്കെ നോക്കിയത്. അത് കഴിഞ്ഞപ്പോ രതിയമ്മ ചോദിച്ചു നിന്റെ പിറന്നാൾ എന്നാണ്, ഇതിപ്പോ പോകുമല്ലോ നീ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ 8-ാം തീയതി. അപ്പൊ അമ്മ 8-ാം തീയതി ഇന്നല്ലേ? ഇന്നാണ് എന്റെ പിറന്നാള്. എനിക്കെന്താ ഓർമ്മ ഉണ്ടായില്ല. ഡേറ്റാ നോക്കണേ. പറ ചേച്ചി, ആ ചേച്ചിയുടെ 2 വാക്ക് പറയൂ ഇതിനെ പറ്റി. പറയൂ. കേക്ക് ബുക്ക് ചെയ്ത അശ്വതി ശ്യാമാണെന്ന് പറഞ്ഞു. ഇത് അണ്ണന്റെ വകയാണോ? Oh my god, oh my god, oh my god. Wow. Hey guys, നോക്കൂ. താങ്ക്സ് അണ്ണാ, താങ്ക്സ്. നിങ്ങൾക്ക് എൻ്റെ മുഖത്തു നിന്ന് തന്നെ മനസ്സിലാവും ഞാൻ എന്തുമാത്രം ഹാപ്പിയാണ് അല്ലെങ്കിൽ എന്തുമാത്രം സർപ്രൈസ്ഡ് ആയി എന്നുള്ളത്. എനിക്ക് ഒരുപാട് സന്തോഷമായി ഇത് കണ്ടക്ട് ചെയ്തതെന്ന്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് നന്ദി പറയാണ്. ആക്ച്വലി എൻ്റെ പിറന്നാൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞല്ലോ, രതിയമ്മ അന്ന് വന്ന് ചോദിച്ചിട്ട് പിന്നെ അന്നത്തെ ദിവസം 8-ാം തീയതി വന്നിട്ട് എന്നാ നിൻ്റെ പിറന്നാളെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറയണത് 8-ാം തീയതി ആണ്. അപ്പോൾ അമ്മ പറയുന്നത് 8-ാം തീയതി ഇന്നല്ലേ എന്ന്. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് വേണ്ടി ഞാൻ ഒന്നും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ബർത്ത്ഡേ എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ നോക്കുള്ളൂ. അത് മാത്രമല്ല ഇപ്പോൾ വർഷം പോകും തോറും നമുക്ക് ബർത്ത്ഡേ ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണെന്നറിയില്ല. പണ്ടൊക്കെ ഞാൻ ഒരു 2 മാസം മുന്നേ തുടങ്ങും, അത് മേടിക്കണം, ഇത് മേടിക്കണം, അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം, മറ്റേത് ചെയ്യണം, മറിച്ചത്. ഇപ്പം അങ്ങനത്തെ ചിന്തകളേ ഇല്ല. നമ്മൾ അതിനേക്കാൾ വലിയ പ്രയോറിറ്റി വേറെ കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോഴേക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പോകുമല്ലോ. എന്നാലും ഇതൊക്കെ ഓർത്ത് വെച്ച് കണ്ടക്ട് ചെയ്തതിന് എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. ഇനി ഞാൻ പോയിട്ട് എൻ്റെ പായസം ടെസ്റ്റ് ചെയ്യട്ടെ. ഞാൻ പകർത്തി വെച്ചായിരുന്നു കുറച്ചുകൂടി. എൻ്റെ പിറന്നാൾ പായസം ഞാൻ തന്നെ കൊടുക്കണം. അതിനോട് പറ്റിയതായിരുന്നു എനിക്ക് പറ്റില്ല കേട്ടോ. ആ ഒറ്റടത്തോളം കത്തൂല എന്താ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പായസമൊക്കെ കുടിച്ചു. നമ്മൾ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അപ്പം തന്നെ എല്ലാവരും പിരിഞ്ഞു. ഇനി എല്ലാവരും പിരിഞ്ഞിറങ്ങിയപ്പോഴേക്കും എനിക്കും അടുത്ത സർപ്രൈസ്. ഇത് എൻ്റെ സ്വന്തം ബ്രദറാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ആൾ വരാറില്ല. വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. ആൾ വന്നപ്പോൾ ശരിക്കും ഞെട്ടി. ബാക്കി നമുക്ക് എന്താണെന്ന് നോക്കാം. ചേച്ചി വീട്ടിൽ പോണോ നോക്ക്. കൈ അച്ഛൻ വീട്ടിൽ പോണോ എങ്ങനെയാ അങ്ങനെ ഇങ്ങനെയൊന്നും വരാത്തതാ, റേറാ.
സ്വന്തം അമ്മ എന്നെ പറഞ്ഞില്ലേ ഗായ്സ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ അച്ഛനും അമ്മയും ഇല്ലല്ലോ എന്നുള്ളത്. എൻ്റെ അച്ഛനും അമ്മക്കും വരാൻ പറ്റില്ല, കാരണം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പരിപാടി ആയതുകൊണ്ട് ആ സമയത്തേക്ക് എൻ്റെ അച്ഛനും അമ്മക്കും വരാൻ പറ്റിയില്ല. നമുക്ക് വിളിച്ച് വരുത്താനും പറ്റില്ല, കാരണം നമ്മുടെ വീട്ടിൽ പട്ടിക്കുഞ്ഞുങ്ങളും കാര്യങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് എല്ലാത്തിനും ഇട്ട് തന്നിട്ട് വരാൻ പറ്റില്ല. നമുക്കെല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇല്ലാത്തത്. നമ്മുടെ ശരിക്കും ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാവും. അങ്ങനെ ദേ ശ്യാമേട്ടൻ എത്തിയിട്ടുണ്ട്. ഇത് അച്ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ, നമ്മുടെ തൊട്ട് ഞാൻ നേരത്തെ പോയില്ല രതിയമ്മയുടെ മോൻ. അങ്ങനെ ശ്യാമേട്ടൻ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ വേഗം വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി പുറത്തു പോയിട്ട് അന്നത്തെ ദിവസം ഡിന്നർ പുറത്തുനിന്ന് ആവാമെന്ന് വിചാരിച്ചു. ഞാനും അച്ഛനും അമ്മയും കിച്ചാമ്മയും കൂടി പോയി. അണ്ണന് വയറിന് ചെറിയ സുഖമില്ല, ഒരു ക്ഷീണം എന്ന് പറഞ്ഞാൽ അണ്ണൻ വന്നില്ല കേട്ടോ. അണ്ണൻ വീട്ടിൽ തന്നെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ മമ്മാസിലാണ് പോയത്, പേട്ടയിലുള്ള. അന്ന് അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ടായിട്ട് പോയത്. എനിക്കിപ്പോൾ അവിടെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ സെറ്റാണ്. അങ്ങനെ അവിടെ പോയി നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്തിൽ ഞങ്ങൾ ഭയങ്കര സ്നാപ്ചാറ്റിൽ ഫോട്ടോ എടുപ്പും കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇതല്ല, സ്നാപ്ചാറ്റിൽ ഫോട്ടോ എടുത്ത് അമ്മേനെ കളിയാക്കാനായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ മെയിൻ ഡ്യൂട്ടി അന്നത്തത്. ഇങ്ങനെ ഏതെങ്കിലും ഫിൽറ്ററൊക്കെ ഇട്ട് ഇത്ര മാന്യനായിട്ട് ഇരിക്കണല്ലേ, പഞ്ചപാവം എന്ന് വിചാരിക്കും ആൾക്കാർ കാണുമ്പോഴേക്കും. എന്താ കുറുമ്പ് എന്നറിയാമോ, ഇങ്ങനെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്ത് പുള്ളിക്ക് രസം. അപ്പം ഞാനാണെങ്കിൽ ഇതേ ഞാനിപ്പോൾ അമ്മേനെ ഫിൽറ്റർ ഇട്ട് കാണിച്ച് അമ്മേനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോഴേക്കും എൻ്റെ അമ്മയും മോനും കൂടി ഫിൽറ്റർ ഇട്ട് ഓരോന്ന് കാണിച്ച് ചിരിപ്പിക്കണതാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു രസമാണ്, ഫണ്ണാണ്. ഞാൻ നേരത്തെ സ്നാപ്ചാറ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക്, ഞാൻ ഈയിട്ടൊക്കെ എടുത്തതാണ്. പക്ഷെ അതിലിങ്ങനെ കുറേ ഇങ്ങനെ ഇതൊക്കെ വരുമല്ലോ, ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കളിക്കാൻ നല്ല രസം, ടൈം നല്ലോണം പോകും. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഫുഡൊക്കെ വന്നു. നമ്മൾ ആദ്യം ചിക്കൻ സൂപ്പായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലതാണ്. പുറത്ത് അത്യാവശ്യം ചെറിയൊരു രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുത്ത മഴയത്ത് നല്ല ചൂട് സൂപ്പ്, ഹായ് എന്താ കോമ്പിനേഷൻ എന്നറിയോ. അങ്ങനെ സൂപ്പും ഒക്കെ കഴിച്ച് വളരെ സന്തുഷ്ടമായി ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ മെയിൻ കോഴ്സായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ചിക്കൻ ലോലിപോപ്പ് ഉണ്ടായിരുന്നു, പോപ്കോൺ അല്ല ലോലിപോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് കേട്ടോ. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എനിക്ക് തോന്നിയില്ല ടേസ്റ്റ് വൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ആ ഷോപ്പിൽ പോണത്. അമ്മയൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു ടേസ്റ്റ് വൈസ്. ചിലപ്പോൾ ഷെഫ് മാറിയതുകൊണ്ടായിരിക്കാം. മേ ബി ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയാൽ ഫുഡിന് ഇത് മാറുമെന്ന് എനിക്കറിയില്ല. ഞാനതും കൂടി എക്സ്ക്യൂസ് പറയാം കേട്ടോ. എന്നാലും കുഴപ്പമുണ്ടെന്നല്ല. നമ്മുടെ ചിക്കൻ ലോലിപോപ്പൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചിക്കൻ ലോലിപോപ്പ് നേരത്തെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര വെറൈറ്റി ടേസ്റ്റ് പോലെ ഫീൽ ചെയ്തു കേട്ടോ. കൊള്ളാം, അടിപൊളിയായിരുന്നു. എന്തായാലും നമ്മളെന്തായാലും ഫുഡൊക്കെ വയറ് നിറയെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഈ സാധനമാണ് എനിക്ക് കഴിച്ചതിൽ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഫ്രൈഡ് റൈസൊക്കെ എനിക്ക് ഒരു ഓക്കെ നല്ല രീതിയിൽ മാത്രമായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതെന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ചിക്കൻ ലോലിപോപ്പ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് കിച്ചാമൻ. ഇതൊക്കെ കിച്ചാമൻ ഷൂട്ട് ചെയ്ത വീഡിയോസ് ആണ് കുറേയൊക്കെ. നമ്മൾ ജസ്റ്റ് ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരുപാട് ഫുട്ടേജ് ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം. എൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ. അതായത് ശരിക്കും നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ വരും. ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ വേഗം തന്നെ എഡിറ്റ് ചെയ്തിടാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എനിവേസ് ഒന്നും കൂടി എല്ലാവർക്കും താങ്ക്സ് പറയാണ്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.